പ്രിയ ദൈവജനമേ, യഹൂദ രാജാവായ ഹെറോദേസിൻ്റെ മനസാക്ഷിയെ വേട്ടയാടുന്ന സ്നാപയോഹന്നാൻ്റെ രക്തസാക്ഷിത്വമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതൽ. തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയ രാജാവിൻ്റെ തെറ്റിനെ ഇത് നിയമവിരുദ്ധമാണ് എന്ന് വിളിച്ചു പറയാൻ യോഹന്നാൻ കാണിച്ച ധീരത സഭയുടെ പ്രബോധനപരമായ കരുത്താണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ പലപ്പോഴും ലോകത്തിൻ്റെ കണ്ണിൽ പരാജയപ്പെട്ടവരായി തോന്നാം. എന്നാൽ ദൈവം മുമ്പാകെ അവർ ജയിച്ചവരാണ്. ഹെറോദിയായുടെ പകയും ഹെറോദോസിൻ്റെ ബലഹീനതയും ഒരു നീതിമാൻ്റെ ശിരസ്സറുക്കാൻ കാരണമാകുന്നത് അധികാരത്തിൻ്റെ അന്ധതയെ വെളിപ്പെടുത്തുന്നു. പാപത്തിൽ വസിക്കുന്നവന് സത്യത്തിൻ്റെ സ്വരം ഭയമുണ്ടാക്കുന്ന ഒന്നാണെന്ന് ഹെറോദേസിൻ്റെ ആകുലതകൾ നമ്മെ പഠിപ്പിക്കട്ടെ. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ ഹെറോദോസുമാരെ തിരിച്ചറിയാനും ലൗകിക സുഖങ്ങൾക്കായി സത്യത്തെ ബലി കഴിക്കാതിരിക്കാനും ഈ വചനഭാഗം ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതം എന്നത് സുഖലോലുപതയല്ല, മറിച്ച് ക്രിസ്തുവിനെ പോലെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള വിളിയാണെന്ന് ഈ രക്തസാക്ഷിത്വം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ചിന്തിക്കാതെ നൽകുന്ന വാഗ്ദാനങ്ങളും ദുരഭിമാനവും ഒരു മനുഷ്യനെ എത്രത്തോളം വലിയ പാപത്തിലേക്ക് നയിക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഹെറോദേസിൻ്റെ വിരുന്നിൽ നാം കാണുന്നത്. മദ്യത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ലഹരിയിൽ ഹെറോദേസ് നടത്തിയ പ്രതിജ്ഞ ഒരു വലിയ ക്രൂരതയിലാണ് അവസാനിച്ചത്. സഭ പഠിപ്പിക്കുന്നത് പോലെ വിവേകമില്ലാത്ത സംസാരവും ലൗകിക ആസക്തിയും ആത്മീയ തകർച്ചയുടെ വഴികളാണ്. ഹെറോദിയായുടെ കുടില ബുദ്ധി സ്വന്തം മകളെപ്പോലും തിന്മയുടെ ഉപകരണമാക്കി മാറ്റുന്നത് കുടുംബ ബന്ധങ്ങളിലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ദിവസം വ്യക്തമാക്കുന്നു. സത്യം പറയുന്ന നാവുകളെ നിശബ്ദമാക്കാൻ ലോകം ശ്രമിച്ചേക്കാം, എന്നാൽ സ്നാപകൻ്റെ വാക്കുകൾ ഇന്നും ക്രിസ്തീയ മനസാക്ഷികളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ആഘോഷങ്ങളും തീരുമാനങ്ങളും ദൈവഹിതത്തിന് അനുസൃതമാണോ എന്ന് പരിശോധിക്കാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ പ്രേരിപ്പിക്കട്ടെ. അനുതാപമില്ലാത്ത ഹൃദയം ഭയത്തിൻ്റെ തടവറയാണെന്നും വിശുദ്ധിയുള്ള ജീവിതം മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നും നാം തിരിച്ചറിയണം. പിതാവായ ദൈവത്തിൻ്റെ നിയമങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഏതൊരു സന്തോഷവും സൽക്കാരവും പെരുന്നാളും നൈമിഷികമാണെന്നും അത് ആത്മനാശത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്നും നാം തിരിച്ചറിയണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.